ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്താണ് കൊലപാതകമുണ്ടായത്. പാടം പടയണിപ്പാറയിൽ വൈഷ്ണവിയും സുഹൃത്തും അയൽക്കാരനുമായ വിഷ്ണുവുമാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, അതിദാരുണമായ ഒരു സംഭവമായി പോയി. എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്? എന്താണ് ഈ കൊലയ്ക്ക് പിന്നിലെ കാരണം? കഴിഞ്ഞ രാത്രി 11 മണിക്ക് ശേഷമാണ് നാടിന് നടുക്കിയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിഹിത ബന്ധം സംശയിച്ച് ഭർത്താവ് ബൈജു ഭാര്യ വൈഷ്ണവിയെയും അവരുടെ സുഹൃത്ത് എന്ന് കരുതുന്ന അയൽവാസി കൂടിയായിട്ടുള്ള വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയുണ്ടായത്. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ ആദ്യം അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കമുണ്ടായി എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. അതിനുശേഷം അക്രമം ഭയന്ന വൈഷ്ണവി തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന ഈ വീടിന്റെ സിറ്റ് ഔട്ടിലിട്ട് കൊടുവാൾ ഉപയോഗിച്ച് ഭാര്യ വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് വീട്ടിൽ നിന്നും വിഷ്ണുവിനെ വിളിച്ചിറക്കി അതേ സ്ഥലത്ത് വെച്ച് തന്നെ വെട്ടി പരിക്കേൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് സുഹൃത്തുക്കളെ ബൈജു തന്നെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും സ്ഥലത്തെത്തിയ ശേഷമാണ് വൈഷ്ണവിയെയും അതോടൊപ്പം തന്നെ വിഷ്ണുവിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. സംഭവ സ്ഥലത്ത് തന്നെ വൈഷ്ണവി മരിച്ചു എന്നുള്ളതാണ് ആ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ. പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലാണോ ഈ കൊല നടന്നത്, അതോ ദിവസങ്ങളായി ഇദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണോ? നേരത്തെയും ഇരുവരും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ബൈജുവിന് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വൈഷ്ണവിയുടെ ഫോണിലേക്ക് വന്ന ചില വാട്സപ്പ് മെസ്സേജുകൾ ബൈജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ചില തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സമാനമായ വിഷയം ഇന്നലെ രാത്രിയിലും ഇരുവരും തമ്മിലുള്ള തർക്കത്തിലേക്ക് നയിച്ചിരുന്നു. തുടർന്ന് അക്രമം ഭയന്ന് വൈഷ്ണവി വിഷ്ണു താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് ഓടിക്കേറുകയുണ്ടായത്. അതിന്റെ സിറ്റ് ഔട്ടിൽ വെച്ചാണ് രണ്ടുപേരെയും ആക്രമിക്കുന്നത്. സംഭവത്തിന് ശേഷം ബൈജു തന്നെ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവ സ്ഥലത്തേക്ക് നാട്ടുകാരെത്തിച്ചേരുന്നത്. ആദ്യം വൈഷ്ണവിയെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ സംഭവ സ്ഥലത്ത് തന്നെ വൈഷ്ണവി മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കൂടുതൽ പോലീസ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അയാൾ തടിപ്പണി ചെയ്യുന്ന ആളാണ്. വിഷ്ണു ഇവിടെ ഏറെക്കാലമായി വാടകയ്ക്ക് താമസിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി അഭിലാൽ.